എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവണ്ണം നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. ചില കഷ്ടസമയങ്ങളിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ മടുത്തു പോകാതെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് വീണ്ടും വീണ്ടും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരാൻ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം? എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് യേശുക്രിസ്തുവിൽ പൂർണ്ണമായും നീക്കിത്തരും. അപ്പോൾ നമ്മൾ പൂർണ്ണമായി ഈ വാക്യം തന്നെ പല പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ആട്ടിരിക്കുന്നതും നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്നെല്ലാം വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടും നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ആ സമയത്ത് ദൈവം നമുക്ക് ഓരോരോ വിടുതൽ നമുക്ക് തരും. നമ്മൾ പാസ്റ്ററോട് പോയി പറയുക, അങ്ങനെക്കാൾ എത്രയും നല്ല ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നത് പൈശാചിക കരങ്ങളാണെങ്കിൽ തന്നെയും അത് ഒരു മാനുഷിക കരങ്ങളും ആയിരിക്കും. മാനുഷിക കരങ്ങളെ നമുക്ക് ഇപ്പം നമ്മളെ കൊണ്ട് ഡയറക്റ്റ് കഴിയത്തില്ല. അപ്പോഴും നമ്മൾ ദൈവത്തോട് തന്നെ അപേക്ഷിക്കണം. നമ്മൾ അപേക്ഷിപ്പീൻ എന്നാൽ നമുക്കത് ലഭിക്കും വരെ നമ്മൾ അപേക്ഷിക്കണം. ചിലപ്പോൾ ചില അപേക്ഷകൾ ലേറ്റായി പോകും. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷിക്കുന്ന അതേ രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും നമ്മുടെ കൂടെ അപേക്ഷിക്കണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഒന്നൊന്നായി ദൈവം നമുക്ക് വഴികളെ തുറന്നു തരും. നമ്മൾ വിചാരിക്കുന്ന നാളെ തന്നെ സമ്പന്നരാകുമെന്നല്ല, ആത്മാവിൽ നമ്മൾ പൂർണ്ണ സന്തോഷമുള്ളവരായി കാണപ്പെടും. പിന്നെ നമ്മുടെ വഴികളെ, മനുഷ്യനടച്ച വഴികളെ ദൈവം നമുക്ക് തുറന്നു തരും. ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. വഴികൾ ദൈവം തുറന്നു തരുമാറാകട്ടെ. ആമേൻ.